ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കുമഠത്തിൽ ജുബിലേഴ്സ് എപ്പിസോഡിന്റെ 80ാമത് ഭാഗമായ കവിതകൾ 80 എന്ന ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ ലൈവ് വീഡിയോ പ്രോഗ്രാമിലേക്ക് ഇവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ പോകുന്ന കവിത നമ്മുടെ എല്ലാം പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ജീവരാഗങ്ങളായി മാറിയ പഴയ കാലത്ത് ഞാൻ ആലപിച്ച, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തന്നെ ഞാൻ ആലപിച്ച ഒരു കവിത നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുകയാണ്. ഇന്നീ രാവിൻ എന്ന കവിത ഒരുപാട് നമ്മൾ പ്രേക്ഷകരെ കേട്ടിട്ടുള്ളതാണ്. കേട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും വിലയിരുത്തലും എല്ലാം പലരും പല രീതിയിലും വർണ്ണിക്കുകയും പല രീതിയിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അനുഭവങ്ങൾ, അല്ലെ അവരുടെ സുഖചിന്തകൾ, അല്ലെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷകൾ, അല്ല അതിൻ്റെയൊക്കെ തന്നെ പ്രതീക്ഷകളുടെയും കവിതകളുടെ വരികളുടെയും അല്ലെങ്കിൽ ആ വരികളിൽ വരുന്ന വ്യത്യാസങ്ങളുടെയും അതിൻ്റെ സ്വപ്നചിന്തകളും എല്ലാം പറഞ്ഞ പരസ്പരം കമന്റുകളും അതേപോലെ അതിൻ്റെ പ്രതികരണങ്ങളും എല്ലാം എന്നിലെത്തുകയും അതിൻ്റെയൊക്കെ മറുപടി ഞാൻ തിരിച്ച് അവരെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു വന്നേരം അതിനെക്കുറിച്ച് അവരുടെ വിലയിരുത്തൽ കൊണ്ടാവുന്നതായി എന്നുള്ള ഒരു നല്ല വാക്ക്, അതൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷകളെയാണ് ഉത്ഭവിച്ചത്. അതും വേറെ ഒന്നിനുമല്ല, ഇന്റർവ്യൂ എന്നുള്ള അതിൻ്റെ പ്രതീക്ഷകളുടെ ഒരു സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. ഞാൻ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ചെറിയ രീതിയിലൊക്കെ കവിതകൾ എഴുതുകയും അതേപോലെ ഗാനങ്ങളൊക്കെ പാടുകയും ചെയ്തു. പിന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അത് സാധാരണ ലെവലിൽ സാധാരണക്കാരിൽ നിന്ന രീതിയിൽ പല കാര്യങ്ങളിൽ പല ജോബുകളായിട്ട് പോകുന്ന അവസ്ഥയിൽ ഫ്രണ്ട്ഷിപ്പുകളിൽ പറ്റുന്ന അവരുടെ ഒരു മനോഭാവങ്ങളെയാണ് അവർ ഉൾക്കൊണ്ടിരുന്നത്. അത് ഈ രീതിയിലൊക്കെ വരുമ്പോൾ ആ രീതിയിലൊക്കെ അവരുടെ ഹൃദയങ്ങളെ പോലെ ആവണം നമ്മൾ എന്നുള്ള വ്യത്യാസം. നമ്മുടെ ആശയങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരുടെയൊക്കെ സ്വകാര്യവും ജീവിതങ്ങളും വലുതന്നെയായി, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളിലെ പ്രതീക്ഷകൾ അവർക്ക് നടക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒന്നും അവർക്ക് ചിന്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. എങ്കിലും നമ്മളുടെ അവസ്ഥയിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണകൾ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മളുടെയൊക്കെ ഒരു വളർച്ചയും പ്രതികരണവും പ്രതീക്ഷയും ഒക്കെ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു രീതിയിലായതിൻ്റെ പേരിൽ നമ്മൾക്ക് ഇന്നും ജീവനോടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഒരു നല്ല ഹൃദയമായിട്ട്, അതേപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുകളിൽ വരുന്ന മാറ്റങ്ങളുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കാം, നെറ്റ്വർക്കുകളിലും ഒക്കെ വന്ന് ഭവിക്കാം, അതേപോലെ ഭാഷയിലും വരിയിലും ഒക്കെ സംഭവിക്കാം. അതിൻ്റെ വിലയിരുത്തലുകൾ കമൻറ്റുകൾ ഓഡിയൻസ് നോക്കുകയും അതിനെ വാച്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ പ്രതികരണങ്ങളിൽ നമ്മൾക്ക് ഇപ്പോൾ ഒന്നും തരാനോ പറയാനോ ഇല്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നു. അത് അങ്ങനെ വരാൻ പാടില്ല. എങ്കിലും പ്രത്യാശകളുടെ പുതിയൊരു സ്വർഗത്തിൻ്റെ അല്ലെ ഒരു പുതിയൊരു ലോകത്തിലേക്ക് ഞാൻ എന്തായാലും നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതിൽ നമ്മുടെ പുതിയൊരു അതിനകത്തെ ജനാധിപത്യ രാജ്യത്തിലേക്ക് നമ്മൾ വന്നെത്തട്ടെ എന്നുള്ള പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാ മനുഷ്യരെയും പോലെ നമ്മൾക്ക് ജീവിക്കാം എന്നുള്ള അവകാശമുള്ള ഈ ഭൂമിയിൽ നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനാണെന്ന് പറയുന്നെങ്കിലും നമ്മളെ തന്നെ ദ്രോഹിക്കാനും ബ്രെയിൻ ഇല്ലാത്തതും ഹാർട്ടില്ലാത്ത മനുഷ്യരുടെ ബ്രെയിനുകളെ നമ്മുടെ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമുകളെ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്ന കുറേ ന്യൂസ് ചാനലുകളായിരിക്കും, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ്റെയൊക്കെ വെച്ചും അല്ലെ മറ്റുള്ള ഒരു സ്റ്റാൻഡേർഡ് കൂടുതൽ പഠിച്ചു അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കൂടുതൽ പഠിപ്പിച്ച് മറ്റുള്ളവരുടെ പണങ്ങൾ കൊണ്ട് രാജ്യത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആസ്തികളെ കൈയടക്കിയിട്ടുണ്ടാവും. അതൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് നമ്മളെയൊക്കെ വെച്ച് ദൈവങ്ങളോ മറ്റുള്ളവരോ ഒക്കെ സങ്കല്പങ്ങളോ ഒക്കെ ചിന്തിച്ച മനുഷ്യന്മാരായിരിക്കാം. നമ്മുടെ പ്രതീക്ഷകളുടെ മുകളിൽ ലൈവിൽ നിങ്ങളോട് പോയത് നമുക്ക് അറിയാം എന്നുള്ള വ്യത്യാസങ്ങൾ മാത്രമേ അതിൻ്റെ ഹൃദയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും ആ രീതിയിൽ നിർത്താതിരിക്കട്ടെ, നിങ്ങൾക്കൊന്നും രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്നുള്ള ഒരു വ്യത്യാസം പറയാം. എങ്കിലും ഇന്നീ രാവിൽ എൻ്റെ കണ്ടങ്ങൾ കൊണ്ട് ഞാൻ എഴുതിയ വരികൾ നിങ്ങൾക്കായി ഇവിടെ വരികളായിട്ട് തന്നെ പദ്യം പോലെ ചെല്ലാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഇത് വീക്ഷിക്കുകയും ഈ വരികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, നമ്മൾ പഴയ കാലത്തെ വരികൾ തന്നെയാണ്, ഇതിൻ്റെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളായിട്ട് വോട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ പ്രോത്സാഹനങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൻ്റെ സ്നേഹങ്ങൾ ഉണ്ടാവുക അത് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിലുള്ളത്. ഇന്നീരാവിൻ ലതയവളണിയും കനകാകുലിയ
സിന്ദൂരമണിയും ഈ ശ്രീമന്ദരേഖയിൽ ഇന്നീരാവിൻ ലോലസതയാൽ മിഴിനീർഹാരം അണിയുമ്പോൾ തെളിഞ്ഞു നിൽക്കും തെളിമാനം അവളുടെ രാവിൻ മണിമുറ്റം ഇന്നണിയും പുഷ്യരാഗം മണിയറയുള്ളിൽ മുഴുകുമ്പോൾ ഒഴുകി വന്നു സ്മൃതിതാളം അലതല്ലി ഇതളിടുമീ അരമണിക്കിലുമീ അരനാണം ഒഴുകി വന്നിടും ഈ നാദഗംഗ പോൽ ഉതിരുമി മണിനാദം ഈ ഓടക്കുഴലിൽ രതികൾ ചേർത്തു തുളുമ്പുമീ വിരഹാർദ്രം തുളുമ്പുമീ വിരഹാർദ്രം ഹൃദയം നീറും അണുപോലെ നിർവൃതിയണയും ലതയാലേ ഉണരും നിന്നി പുതിയൊരു ജീവിത മുട്ടുകളുതിരും നേരത്ത് വിടർന്നു വന്നൊരു പൊൻപയാളി ഈ ജീവിതരാവിൽ പുതിയൊരു കണ്ണീർ മുകുളങ്ങൾ ഇന്നീ വിണ്ണിൻ തീരത്ത് ഞാനറിയാതെ ക്ലൈമറ്റുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രോഗ്രാമുകളിൽ ബാധിക്കുന്ന മറ്റുള്ള ഹ്യൂമറുകൾ അല്ലെ ട്രാൻസ്ലേഷൻ മറ്റുള്ള ബ്രെയിനുകൾ അല്ലെ ഇയർസ് അതിൻ്റെ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകളിൽ ദൈവം ഗോഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന തിമിരം പോലെ നമ്മുടെ കണ്ണുകളിൽ കൊണ്ടെത്തിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർട്ട് പൊട്ടേറ്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ ടെക്നോളജിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ഓരോ കാര്യങ്ങൾ പോലെ തന്നെ ഇഷ്ടങ്ങൾ അതേപോലെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടുണ്ടാവുന്ന സ്ക്രീൻ പ്രോബ്ലങ്ങൾ അതേപോലെ അതിനെ വൽക്കരിച്ചുകൊണ്ട് ബിസിനസ്സുകളാക്കി മാറ്റി ജീവിക്കാമെന്ന് പറയുന്ന കുത്തക എന്താ പറയുക ഇന്നത്തെ ഒരു ലോബി ഒരു ട്രക്ക് ലോബികൾ അങ്ങനെയൊക്കെയുള്ള ഒരു തലമുറയുടെ ഈ ലോകത്ത് സോഫ്റ്റ്വെയറുകളെ നല്ല കളിപ്പിക്കാൻ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ പ്രതീക്ഷയുള്ള പ്രോഗ്രാമുകൾ വന്നിട്ട് നല്ല ഈ അവസരങ്ങളിൽ നമ്മളെ വെച്ചും പണമുണ്ടാക്കാം എന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നു അത് വെച്ചും പണമുണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്ന കുറേ സെൻസേഷൻ ഈ ഹ്യൂമൻസ് എന്ന് പറയുന്ന മനുഷ്യർ ഒരു കമ്പ്യൂട്ടറോടല്ല എങ്കിലും ഒരു റീജൻ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്വപ്നങ്ങളിൽ തന്നെ കൂടിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മളെ ഉപയോഗിച്ചു കൊണ്ടാണെന്നുള്ള ഇന്ന് വെക്കുന്ന കുറേ മനുഷ്യന്മാർ എങ്കിലും അവരുടെയൊക്കെ പ്രത്യാശകളും പൂവണിയട്ടെ എങ്കിലും നമ്മളെ ദ്രോഹിക്കാതിരിക്കും എന്നുള്ള പ്രത്യാശയോടെ വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പ്രോഗ്രാമുകളോട്ട് വരാം അല്ലെ പ്രതീക്ഷയോടെ രണ്ട് വരികളിൽ വീണ്ടും നല്ല രീതിയിൽ നല്ല നല്ല ബ്രെയിനുകളും നല്ല നല്ല ഹാർട്ടുകളും ചിന്തകളും സ്വപ്നങ്ങളും ചിന്തനീയും പോലെ തന്നെ പ്രതീക്ഷകളുടെ വരും രാവുകളിൽ നല്ല വിവരവും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസവും നല്ല അറിവുള്ള മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ അറിവില്ലാത്തവരിൽ നിന്നും അറിവുള്ളവരിൽ നിന്ന് അതിനെ കേൾക്കാനും കാണാനും സുഖിക്കുവാനും അല്ലെ അതെന്താണ് അതിൻ്റെ അർത്ഥങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഹൃദയം തുളുമ്പുന്നത് എന്താണ് ആ ഹൃദയം ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ എന്താണ് പറയാനിരുന്നത് അല്ലെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഒരു കൃഷ്ണനെക്കുറിച്ചാണോ അല്ലെങ്കിൽ രാമനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഗണപതിയെക്കുറിച്ചോ വിഷുവിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷ നമ്മുടെ മക്കളെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ വരും മറ്റൊരു ലോകത്തിൻ്റെ ഒരു പ്രതീക്ഷയുടെ ഒരു ജനറേഷനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ടൈമിൽ വളർന്നു വരുന്ന ഒരു മനുഷ്യനെയാണോ അതോ തളർന്നു പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തെയാണോ നമുക്ക് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു ഭാഗമാണ് ഗോകുമാർ കൃഷ്ണയുടെ ഈ ഫേസ്ബുക്ക് പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചതും
അവതരിപ്പിച്ചുകൊണ്ടിരുന്നതും എല്ലാം തന്നെ. എങ്കിലും എൻ്റെ സ്വപ്ന പ്രതീക്ഷകളുടെയും എൻ്റെ ബ്രെയിൻ ബുദ്ധിയുടെയും ടെക്നോളജി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെയും വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ആയി മാറുന്ന ഈ അവസരത്തിൽ മറ്റുള്ളവരുടെ അവയവങ്ങളും ലിംഗങ്ങളും അതേപോലെ അവനവൻ്റെ കുടുംബവും മാറി നമുക്ക് കിട്ടിയത് എന്നുള്ള ഒരവസ്ഥയിൽ എന്തായാലും നമ്മളെ ദ്രോഹിക്കുന്നെങ്കിലും അവർക്കും അവരുടെ അവസ്ഥയിൽ അവർക്കുണ്ടായ അതുകൊണ്ട് വലുതാവട്ടെ, നാളൊരു കാലത്ത് അത് നശിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോടെ വരും എപ്പിസോഡുകൾ നിങ്ങൾ വീക്ഷിക്കും എന്നുള്ള ഒരു പ്രത്യാശകൾ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം സ്വന്തം ഗുരുകുമാർ. ബൈ ബൈ.